രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ വെളിപ്പെടുത്തലിലേക്കാണ് നമ്മളിന്ന് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചു മുടിപ്പിച്ച അഴിമതിയുടെയും ജനദ്രോഹത്തിന്റെയും കേന്ദ്രമായിരുന്ന മുൻ LDF സർക്കാരിന്റെ മുഖംമൂടി ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് മുന്നിൽ വലിച്ചു കീറുകയാണ്. മറ്റാരുമല്ല വലിച്ചു കീറിയത് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. LDF സർക്കാരിന്റെ അണിയറക്കള്ളി വെളിച്ചത്താക്കി അവരെ അക്ഷരാർത്ഥത്തിൽ പൂട്ടിയിരിക്കുകയാണ്. വിവാദമായ മദ്യനയവും PM ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള ഫയലുകൾ മുൻ സർക്കാരിന്റെ കാലത്ത് എത്രമാത്രം അവിഹിതമായ വേഗതയിലാണ് നീങ്ങിയത് എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുവാനുള്ള നീക്കത്തിന് പിന്നിൽ വലിയ തോതിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. നികുതിയുമായിട്ട് ബന്ധപ്പെട്ട ഈ വിവാദ ഫയൽ വെറും ബഹുദൂരം സഞ്ചരിച്ചാണ് UDF സർക്കാരിന്റെ കൈകളിൽ എത്തിയത് എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ അടിവരയിടുന്നത്. വളരെ പെട്ടെന്ന്, അതായത് അതിവേഗത്തിലായിരുന്നു ഈ ഫയലുകൾ മുൻ സർക്കാരിന്റെ കാലത്ത് പാഞ്ഞത്. ഒരു മാസത്തിനുള്ളിൽ എല്ലാം ഒതുക്കി തീർക്കുവാനുള്ള ഒരു വലിയ ഗൂഢാലോചന തന്നെ ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ടെന്ന കാര്യം മന്ത്രി കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുകയാണ്. ഇവിടെ സഞ്ചാരപാത നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതുണ്ടെന്നും ഉദ്യോഗസ്ഥരൊക്കെ പഴയത് തന്നെയായതുകൊണ്ട് മുൻ LDF സർക്കാർ ചെയ്തു വെച്ച ഇത്തരം അഴിമതികളുടെ ഭാരം പുതിയ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ ആരും നോക്കേണ്ടതില്ല എന്നും കുഞ്ഞാലിക്കുട്ടി ഇവിടെ പറഞ്ഞു വെക്കുന്നു. മദ്യനയത്തിൽ എന്ത് വേണമെന്ന് ഈ ജനകീയ സർക്കാർ തന്നെ തീരുമാനിക്കും. വിദ്യാഭ്യാസ മേഖലയെ പോലും കച്ചവട കണ്ണോടെ കണ്ട് കുടുക്കിലാക്കിയ ചരിത്രമാണ് മുൻ ഇടത് സർക്കാരിൻ്റെത്. PM ശ്രീ പദ്ധതിയിലും ഇതേ സമാനമായ നാടകമാണ് അരങ്ങേറിയത്. കേന്ദ്ര ഫണ്ട് കിട്ടില്ല എന്ന ഘട്ടം വന്നപ്പോൾ മാത്രം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ധൃതി പിടിച്ച് ഒപ്പുവെച്ച പ്രതിപക്ഷ നേതാവിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത്. ഫയലുകൾ ബഹുദൂരം താണ്ടി നമ്മുടെ മുന്നിലെത്തിച്ച ഈ കെണിയിൽ നിന്നും എങ്ങനെ തലയൂരാമെന്നാണ് ഇപ്പോൾ UDF സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. ഇടത് സർക്കാർ ചെയ്തു വെച്ച ഈ കെടുകാര്യസ്ഥതയിൽ നിന്നും നാടിനെ രക്ഷിക്കുക എന്നതാണ് UDFിന്റെ ലക്ഷ്യമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. പിണറായി സർക്കാരിന്റെ കാലത്ത് കരിമണൽ മേഖലയിൽ സ്വകാര്യവൽക്കരണം കൊണ്ടുവരാൻ വലിയ തോതിൽ ശ്രമങ്ങൾ നടന്നിരുന്നു എന്ന് നമ്മളൊക്കെ കണ്ടതാണ്. എന്നാൽ മന്ത്രി കുഞ്ഞാലിക്കുട്ടി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് കരിമണൽ മേഖല എന്നത് ഒരു റിസർവ്ഡ് പബ്ലിക് സെക്ടറാണ്. അവിടെ യാതൊരു വിധത്തിലുമുള്ള സ്വകാര്യവൽക്കരണവും അനുവദിക്കില്ല എന്നാണ്. അഴിമതിക്കാരായ മുൻ ഭരണാധികാരികൾക്ക് മുഖത്തേറ്റ കനത്ത പ്രഹരമാണിത്. ഇടതുപക്ഷത്തിന്റെ ഭരണപരാജയങ്ങളും ജനവിരുദ്ധ നയങ്ങളും ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരുമ്പോൾ ജനങ്ങൾ തിരിച്ചറിയുകയാണ് ആര് ഭരിക്കുമ്പോഴാണ് ഈ നാട് സുരക്ഷിതമാകുക എന്നത്. മുൻ LDF സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ കൃത്യമായി തുറന്നുകാട്ടി അവരെ രാഷ്ട്രീയമായി പൂട്ടിക്കെട്ടിയ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ വീഡിയോ ചേർക്കുന്നുണ്ട്, കാണാം. പക്ഷേ ആ ഫയലുകളൊക്കെ ബഹുദൂരം സഞ്ചരിച്ച് അനവധി കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ എത്തിയതാണ്. അത് നല്ല സ്പീഡിലാണ് പോകുന്നതൊക്കെ. അങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ പുതിയ ഗവൺമെൻറ് മുമ്പിൽ വരുമ്പോൾ പിന്നെ അത് ചിലപ്പോൾ ബഡ്ജറ്റിൽ പ്രതിഫലിച്ചു എന്ന് വരും. ഉദ്യോഗസ്ഥന്മാരൊക്കെ പഴയത് തന്നെയാണല്ലോ. ആരും IAS ഉദ്യോഗസ്ഥന്മാരൊക്കെ എല്ലാവരും പഴയത് തന്നെയാണ്. പക്ഷേ പുതിയ ഗവൺമെൻറ്റിൽ ആ വക കാര്യങ്ങൾ ഇപ്പോൾ ടാക്സ് ആയാലും ബാക്കി എന്തായാലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ച് പറയും എന്ന് പറഞ്ഞത്. പുതിയ മദ്യനയമൊക്കെ അല്ലേ, നിങ്ങളിപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളവർക്ക് അതിനോട് പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക. വളരെ ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഡൈവേർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് പഴയ സമയം മുതൽ വന്ന ഒരു ഫയലിൽ ഒരു ടാക്സ് പ്രൊപ്പോസൽ വന്നു എന്ന് കരുതി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ത് വേണം എന്നുള്ളത് UDFും അതുപോലെ തന്നെ ഗവൺമെൻറ്റൊക്കെ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ടുണ്ട്. അത് അവസാന വാക്കാണ്. PM ശ്രീയിലും കഥ അത് തന്നെയാണ്. ഞാനതാ പറഞ്ഞത്. PM ശ്രീയും ബഹുദൂരം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഞങ്ങളുടെ മുമ്പിലെത്തിയത്. ഒരു മാസമായ ഒരു ഗവൺമെൻറ്റിൻ്റെ പെരടിക്ക് അതെല്ലാം കൂടി വെച്ചിട്ട് പോകാനൊന്നും ആർക്കും കഴിയില്ല. കാരണം PM ശ്രീയിൽ കൊണ്ടുപോയി കുടുക്കി വെച്ചു. അപ്പോൾ അവിടെ നിയമസഭയിൽ തന്നെ അടിയന്തര പ്രമേയം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞില്ലേ, ഫണ്ട് കിട്ടൂല എന്നുള്ള ഘട്ടത്തിലാണ് ഞങ്ങൾ പണം വാങ്ങിയതെന്നാണ് പറഞ്ഞത്. ഒരേ വിശദീകരണം. അപ്പോൾ അവർ ഫണ്ട് കിട്ടൂല എന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ അതുവരെ പറഞ്ഞതൊക്കെ ഒറ്റ പറച്ചിൽ നിന്ന് പിന്നെ അവസാനിച്ചില്ലേ. ഫണ്ട് കിട്ടൂല എന്നായപ്പോൾ ഞങ്ങൾ ഫണ്ട് വാങ്ങി എന്ന് പറഞ്ഞു. ഫണ്ട് വാങ്ങി ഉപയോഗിച്ച് എല്ലാം കഴിഞ്ഞ സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കാനാണ് ഞങ്ങൾ കമ്മിറ്റിയെ വെച്ചത്. ഇതിലൊക്കെ വളരെ ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഓരോ വിഷയങ്ങളും അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് വിവാദമാക്കുക എന്നല്ലാതെ ഇതെല്ലാം അവർ ചെയ്തു വെച്ചതാണ്. ഇനി അതിൽ നിന്ന് തല ഊരണമെങ്കിൽ തന്നെ പരിക്കില്ലാതെ തല ഊരണിയിൽ തന്നെ
പറ്റുമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്ന് നോക്കാനാണ് ഒരു കമ്മിറ്റിയെ വെച്ചത്. ഞങ്ങളത് എത്ര പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ ഒരു നീക്കം തന്നെ ഇല്ല. മനസ്സിലാക്കേണ്ടത് കരിമണൽ സ്വകാര്യവൽക്കരിക്കാനേ സാധിക്കില്ല. ഇറ്റ് ഈസ് റിസർവ്ഡ് ഫോർ പബ്ലിക് സെക്ടർ. അത് ഇനി അങ്ങോട്ട് പറ്റുകയില്ല. അങ്ങനെ ഒരു സംഗതി ഇനി വേറൊരു കാര്യം പറയാം, ഞങ്ങൾ അനുവദിക്കൂല്ല, ഒരു സംശയം വേണ്ട. അതും ഈ പറഞ്ഞതുപോലെ ആ പ്രോജക്റ്റുകളൊക്കെ ഒരു കണ്ടിന്യൂഷനാണ്. ഞങ്ങളത് വിശദമായി നോക്കിയിട്ട് ഇതിൽ സ്വകാര്യവൽക്കരണത്തിൻ്റെയോ അല്ലെങ്കിൽ പുതിയ ഖനനത്തിൻ്റെയോ വല്ല പഴുതുമുണ്ട് എങ്കിൽ അത് നടപ്പിലാക്കൂല. എന്താ സംശയം? ഇത് ഞങ്ങളെ മുമ്പിൽ അവതരിച്ചത് പബ്ലിക് സെക്ടറിലും കൂടി നടത്തുന്ന ഒരു വാല്യൂ അഡീഷൻ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു വാല്യൂ അഡീഷൻ മാത്രമായി ഞങ്ങളുടെ മുമ്പിൽ. അതിൻ്റെ ഫയൽ ഞങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ട് അതിലെ ഞങ്ങളെ നയം പറയും. സംശയം വേണ്ട, ഖനനവും പാടില്ല, സ്വകാര്യവൽക്കരണവും പാടില്ല. ഈ രണ്ട് കാര്യം ഞങ്ങൾ അനുവദിക്കുകയില്ല. പുതിയ ഖനനം, സ്വകാര്യവൽക്കരണം, നോ ടു ദാറ്റ്. അതാണ്. പിന്നെ അതിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല, ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത് 2012 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നതിന് ശേഷം, 2003 കഥ ശരിയാണ്, 2012 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ സ്വകാര്യവൽക്കരണമോ ഖനനോ അനുവദിച്ചിട്ടില്ല. ഇടയ്ക്കുണ്ടായ സംഭവങ്ങളൊക്കെ കൂടി ഞങ്ങളെ പെരടിക്ക് വെക്കണ്ട. ഞങ്ങൾക്ക് പുതിയ ഖനനം ആലപ്പുഴ തീരമേഖലകളിലൊന്നും പുതിയ ഖനനത്തിന് പറ്റൂല. ഞങ്ങൾ ഒരു സംശയം വേണ്ട, പുതിയ ഖനനവും അത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കണം. ഈ രണ്ടും ഉണ്ടാവില്ല, ഉറപ്പ്. ഇപ്പോൾ വെച്ചിരിക്കുന്ന MOUവിനെ പറ്റിയൊക്കെ പത്രങ്ങളിൽ, മലയാള മനോരമയിലൊക്കെ പിന്നെ ലേഖനമായിട്ട് വന്നിരുന്നു. ഞാനത് സൂക്ഷ്മമായിട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഞങ്ങളത് മുഴുവനൊന്നും എടുത്തു നോക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം കുറച്ച് കാലമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയും എഗ്രിമെൻറ്റും ഡീലും MOU ഒക്കെയാണത്. അതിനെ സംബന്ധിച്ച് ഡീൽ ചെയ്യാൻ മറ്റൊരർത്ഥത്തിലൊന്നും അല്ല പറയുന്നത് കേട്ടോ. എന്തുതന്നെയാണെങ്കിലും ശരി, ഞങ്ങളത് വിശദമായിട്ട് പഠിച്ചിട്ടല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇത് സംബന്ധിച്ച് നടന്നതൊക്കെ ഞങ്ങൾ എടുത്തു നോക്കും. ഇതിനിടയ്ക്ക് ഞങ്ങളെ മുമ്പിൽ ഒരു MOU സൈൻ ചെയ്യുന്ന വിഷയം വന്നു. MOU സൈൻ ചെയ്യാൻ ഞങ്ങൾ കൂട്ടാക്കിയിട്ടില്ല. പുതിയ ഗവൺമെൻറ്റിനെ പഠിക്കാൻ സമയം കൂടി എല്ലാം പഠിച്ചതിന് ശേഷമേ പറയുള്ളൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അതല്ലേ എല്ലാവരുടെയും ആശങ്ക. അത് ഇവിടെ ദൂരീകരിച്ച് തരാം. സ്വകാര്യവൽക്കരണം ഉണ്ടാവില്ല, പുതിയ ഖനനം ഉണ്ടാവില്ല. ഒരു ചോദ്യം തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണ്ട. UDFൻ്റെ നയം ഞങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. ലീഗ് എന്നും ഇത് തന്നെയുള്ളൂ. അതിമേലൊരു ട്വിസ്റ്റിന് വേണ്ടി ശ്രമിക്കണ്ട. ഇല്ല, നല്ല സ്ട്രൈറ്റ് അല്ല, അതൊക്കെ നല്ല സ്ട്രൈറ്റായിട്ട് ഞാൻ പറഞ്ഞ മറുപടിയിലുണ്ട്. പുതിയ ഗവൺമെൻറ് ഒരിക്കലും തന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അത്തരം ഞങ്ങൾ വിമർശിക്കപ്പെട്ട പാളിച്ചകളൊന്നും നടപ്പിലാക്കില്ല. ഞങ്ങളെല്ലാം നോക്കിയിട്ട് തന്നെ ചെയ്യുള്ളൂ. മദ്യം സംബന്ധിച്ച് ഞങ്ങളുടെ നയം വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. അത് ഞങ്ങൾ ചർച്ച ചെയ്ത് UDF ചർച്ച ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ പറയാം. UDFൽ ലീഗും ഉണ്ട്. ലീഗ് ആ കാര്യം നല്ലപോലെ നോക്കും. ഞങ്ങളൊക്കെ പാർട്ടിയുടെ നയം നല്ലപോലെ നോക്കുന്ന കൂട്ടത്തിലാണ്. അല്ല, അത് വേറൊരു കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സബ്ജക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോദ്യം വന്നപ്പോൾ അത് എണീറ്റുന്ന ഉത്തരം പറഞ്ഞ് ഇരുന്നതിന് ശേഷം എന്നോടുള്ള സംസാരം തുടർന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ വിഷയം തന്നെ അല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരു കാരണവശാലും നമുക്കത് വേണ്ടെന്ന് പറഞ്ഞത് വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ബാക്കി എനിക്കറിയില്ല. മുറിഞ്ഞു പോയ സംസാരമാണ്. അത് ഉടനെ ഞങ്ങൾ ഇവിടുത്തെ വാർത്തയാക്കി എന്നുള്ളൂ. അല്ലാതെ അത് കുട്ടനാട് MLA എല്ലാം ഏറ്റവും ചുരുങ്ങിയത് എനിക്കെങ്കിലും അറിയാം. വേറെ ലോകത്തിനെ പറ്റിക്കാൻ, എന്നെ പറ്റിക്കാൻ പറ്റൂല.